തൃക്കാക്കരയിലാണ് ഈ സംഭവം ഉണ്ടായത്. കൈക്കൂലി വാങ്ങിച്ച് 8,000 രൂപ മറ്റോ ആണെന്ന് തോന്നുന്നു. ആ പണം ഇദ്ദേഹം തിരിച്ചു നൽകാൻ തീരുമാനിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ആൾ കഥാപാത്രം. കൈക്കൂലി വാങ്ങി എന്ന് ഈ നിതീഷ് എന്ന് പറയുന്ന ഇയാൾ സമ്മതിക്കുന്ന വാർത്ത നമ്മൾ തത്സമയം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് 24-ലൂടെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, ആദ്യമൊന്നും ഇദ്ദേഹം സമ്മതിച്ചിരുന്നില്ല, എന്നാലും ഇദ്ദേഹം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, മഹാമനസ്കത കാണിച്ചു. ഇപ്പോൾ അതിലും വലിയ മഹാമനസ്കത, വാങ്ങിച്ച പണം യഥാവിധം തിരിച്ചു കൊടുക്കുന്നു. വിജയീ ഭവ, പറയൂ. SKN ഗുഡ് മോർണിംഗ്. തൃക്കാക്കര നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയിയാണ് ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെ വാങ്ങിയ പണം തിരികെ കൊടുത്തിരിക്കുന്നത്. 8,000 രൂപ അയാൾ തിരികെ കൊടുത്തതിൻ്റെ ഗൂഗിൾ പേയുടെ രസീതാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത്. അത് പണം വാങ്ങിയ ആൾക്ക് തന്നെ ആ പണം തിരികെ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇത് കുറ്റകൃത്യമല്ലാതാകുന്നില്ല. കൈക്കൂലി വാങ്ങിയിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് നിതീഷ് റോയിക്ക് കരുതാനും സാധിക്കില്ല. കാരണം വകുപ്പ് തല നടപടികളും വിജിലൻസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ നിരീക്ഷണത്തിലുമാണ് നിതീഷ് റോയ്. ഇന്നലെ നമ്മൾ ഈ വാർത്ത കൊടുത്തതിന് പിന്നാലെ ഓഫീസിൽ നിന്ന് അവധിയെടുത്ത് നിതീഷ് റോയ് മുങ്ങുകയും ചെയ്തിരുന്നു. ഏതായാലും നിതീഷ് റോയ്ക്കെതിരായിട്ട് നടപടി ഉണ്ടാകുമെന്ന് തൃക്കാക്കര നഗരസഭാ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പരാതി അറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് മൂടി വെച്ചതിൽ സെക്രട്ടറിക്കും ഒരു പങ്കുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹവും ഈ കേസിൽ പിടിക്കപ്പെടും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും നിതീഷ് റോയ് ഒടുവിൽ രക്ഷപ്പെടാനാണെങ്കിലും ആ പാവത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ 8,000 രൂപ തിരികെ കൊടുത്തിട്ടുണ്ട്. SKN കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കി എന്ന് പറയുന്ന പോലെ കൈക്കൂലി വാങ്ങിച്ചു എന്ന് തന്നെ തിരിച്ചു കൊടുത്തു. പക്ഷേ ചില ആൾക്കാരുണ്ട്, ഈ കൊമ്പേറി മൂർഖൻ്റെ സംഭവമാണ്. അതായത് കൊമ്പേരി മൂർഖൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരാളെ കടിച്ചു, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പട്ടടയിൽ നിന്ന് പുക പൊങ്ങിയിട്ട് ഈ കൊമ്പേരി മൂർഖൻ എവിടെയെങ്കിലും ചുറ്റിപ്പണഞ്ഞ് കിടക്കുകയായിരിക്കും. ആ ചുറ്റഴിക്കും എന്നാണ് ആ മൂർഖൻ്റെ പറയുന്നത്. ചില കൈക്കൂലിക്കാരൊക്കെ അങ്ങനെ കേട്ടോ, അവർ ആന പിടിച്ചാലും അയത്തില്ല.